ഹലോ, ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വൈറലായ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തപ്പോഴുള്ള റിസൾട്ടാണിത്. ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്താൽ മുഖം നല്ല നിറം വരാനും അതേപോലെ തന്നെ തിളക്കം വരാനും സ്കിന്ന് നല്ല ബേബി സോഫ്റ്റ് ആവാനും സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇത് നല്ലൊരു റിസൾട്ട് നേരുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതിന് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഞാനിപ്പോൾ കുറച്ച് ഉലുവ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് പൊടിച്ച് വെക്കാം. എന്നിട്ട് ഈ പൊടിച്ച് വെച്ച ഈ ഉലുവ പൊടി നമുക്ക് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പാക്ക് തയ്യാറാക്കി ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് കുറച്ച് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യാനുസരണം ഉലുവാപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ പാലിൻ്റെ എല്ലാം ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് ഉലുവ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഓവർ ടൈറ്റായി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. പാൽ അല്ലെങ്കിൽ തന്നെ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് 2 മിനിറ്റ് നന്നായിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫേസിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം വെച്ചാൽ മതി. 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ കൈ കളയാവുന്നതാണ്. നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ എല്ലാം ഇത് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുക എന്നാണെങ്കിൽ ഇത് ഫുൾ ബോഡിയിലും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഇത് കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ ആവുമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുക മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കഴുകിയെടുക്കാം. ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ബേബി സോഫ്റ്റ് സ്കിൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പാലും അതേപോലെ തന്നെ ഉലുവയും. അപ്പോൾ ആർക്കും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു റിസൾട്ടാണുള്ളത്. നല്ലൊരു റിസൾട്ടാണ്. ഭയങ്കര വൈറ്റ് കളറൊന്നും ഒറ്റ യൂസ് കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും ഒരിരട്ടി കൂടുതൽ ഒറ്റ യൂസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാന്നാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഉലുവ പൊടി നല്ലോണം പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തരിതരിപ്പ് ഉണ്ടാവരുത്. അപ്പോൾ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതേപോലെ തന്നെ ഇത്തരം വീഡിയോസ് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.